റിവ്യൂ ഒന്നും നോക്കാതെ കാണുക, ഫ്രഷായിട്ട്. ഒയ്യോ, മാരക പടം. ഇതൊക്കെ കാണുമ്പോഴാണ് ഈ എമ്പുരാനൊക്കെ എടുത്ത് തോട്ടിലെറിയാൻ തോന്നുന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും കാണാൻ വരുന്നുണ്ടെങ്കിൽ റിവ്യൂ ഒന്നും കാണാതെ ഫ്രഷായിട്ട് വന്ന് കാണുക. പഴയതൊന്നുമില്ല, ലാലേട്ടനുണ്ട്, അത്രേ ഉള്ളൂ. ലാലേട്ടൻ തുടരും, യാതൊരു സംശയവും വേണ്ട. അറക്കാൻ വയ്യാത്ത അമ്മ ഇവിടെ വന്നു. ലാലേട്ടന് പിന്നെ ജയിലും ഡെഡ് ബോഡി ഒളിപ്പിക്കലൊന്നും പുത്തിരിയല്ലല്ലോ. മോഹൻലാലിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു. ലാലേട്ടനായിട്ടിരുന്ന ഒരു സാധനം അടിപൊളിയായിരുന്നു. കുറേ നാളിന് ശേഷം രണ്ടാമതൊരു വരവ് നല്ല രീതിയിലായിരുന്നു. നല്ല മൂവിയാണ്. നല്ല മോഹൻലാൽ ഇസ് ബാക്ക്. നല്ല പടം, എല്ലാവരും ഇഷ്ടപ്പെട്ടു. ലാലേട്ടനാടി നല്ല അഭിനയം, പഴയ സ്റ്റണ്ട് മാസ്റ്ററൊക്കെ മാറി അഭിനയം കൊടുത്തു. ഒയ്യോ, ഭയങ്കര ഹാപ്പി. ഞാൻ പിന്നെ സ്ലീപ്പേഴ്സിലല്ല, ഓൾറെഡി മോഡൽ ഫാനാണെന്ന് എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുറേ മൊമെന്റ്സ് ഉണ്ട് പടത്തിൽ, ശരിക്കും നമ്മളിങ്ങനെ ഇത് ചെയ്യണ മൊമെന്റ്സ്. പഴയതൊന്നുമില്ല, ലാലേട്ടനുണ്ട്, അത്രേ ഉള്ളൂ. ലാലേട്ടൻ തുടരും, യാതൊരു സംശയവും വേണ്ട അതിനകത്ത്. അമേസിംഗ് ആണ് പടം, ഗംഭീരമാണ്. തരുൺമൂർത്തി ബ്യൂട്ടിഫുൾ മേക്കിംഗ്. എല്ലാവരും കേട്ടോ, എല്ലാവരും. പ്രകാശ് വർമ്മയുടെ കാര്യം കൂടി എടുത്തു പറയണം. നന്നായിട്ടുണ്ട്, ഗംഭീരമാണ് പടം. നിങ്ങൾ ബാക്കിയുള്ളത് ഒന്നും പറയല്ല, ഇതാണ് പടം. കുഴപ്പമില്ല, എന്നാലും പിന്നെ ദൃശ്യത്തിന് വേറൊരു പതിപ്പായിട്ടുള്ള സിനിമ പോലെ തോന്നുന്നുണ്ട്. ഒരു ലാഗ് കുറച്ചുണ്ട്. ഇല്ല, പുള്ളി ഇനി വരാതിരിക്കുന്നുള്ള സിനിമ എന്ന് തോന്നുന്നു. നല്ല പടമായിരുന്നു. കുറേ നാളിന് ശേഷം രണ്ടാമതൊരു വരവ് നല്ല രീതിയിലായിരുന്നു. നല്ല അടിപൊളി പെർഫോമൻസ്. നല്ല ഇഷ്ടമായി. ലാലേട്ടന് പിന്നെ ജയിലും ഡെഡ് ബോഡി ഒളിപ്പിക്കലൊന്നും പുത്തിരിയല്ലല്ലോ. സൂപ്പർ. വളരെ ഹാപ്പി. കൊള്ളാം, പടം കൊള്ളാം. ലാലേട്ടൻ സൂപ്പറാ. വില്ലൻ പുതിയ ആളാന്ന് തോന്നുന്നു അല്ലേ? കൊള്ളാം. നല്ല പേഴ്സ് കിട്ടിയത് മാത്രം എന്തോ ഒരു മിസ്റ്റേക്ക് വരുന്നു. സൂപ്പറായിരുന്നു. അടിപൊളി, സൂപ്പർ. നല്ല സിനിമയായിരുന്നു. അടിപൊളി, സൂപ്പർ. വളരെ നല്ല മൂവി. മോഹൻലാൽ ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. എനിക്കൊന്നും പറയാനില്ല, നോക്കാൻ വയ്യ. ഇഷ്ടപ്പെട്ടു. നല്ല അറക്കാൻ വയ്യാത്ത അമ്മ ഇവിടെ വന്നു. നല്ല സിനിമ. തുടരും, അടിപൊളി പടം കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായിട്ട് റിവ്യൂ ഒന്നും നോക്കാതെ പോയി കണ്ടതാണ്. റിവ്യൂ ഒന്നും നോക്കാതെ കാണുക, ഫ്രഷായിട്ട്. ഒയ്യോ, മാരക പടം. ഇതൊക്കെ കാണുമ്പോഴാണ് ഈ എമ്പുരാനൊക്കെ എടുത്ത് തോട്ടിലെറിയാൻ തോന്നുന്നത്. കീടിലം പടം, സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര സന്തോഷം. അവസാനം കണ്ണ് നിറഞ്ഞ് അത്തുപോണക്ക്. ഇത്രയും നാളും കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. റിവ്യൂ ഒന്നും കാണാതെ വന്ന് കണ്ടതുകൊണ്ടാണ് ഇത്രയോടെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തത്. ഇനിയിപ്പോൾ ആരെങ്കിലും കാണാൻ വരുന്നുണ്ടെങ്കിൽ റിവ്യൂ ഒന്നും കാണാതെ ഫ്രഷായിട്ട് വന്ന് കാണുക. മാരക പടം. പെർഫോമൻസ് എല്ലാവരും. അടിപൊളി പടം. സന്തോഷമായി. സൂപ്പറാണ്. പക്ക ഡയറക്ടറിൻ്റെ കയ്യിൽ തന്നെയാണ് എല്ലാം. അതുപോലെ തന്നെ ഒരു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എങ്ങനെ ഒരു പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നുള്ളത് ശരിക്കും ഈ ഒരു ഡയറക്ടറിൻ്റെ മാത്രം കഴിവാണ്. അതുപോലെ മോഹൻലാൽ ശോഭന കോംബോ, നമ്മൾ എത്ര നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു നായകൻ കോംബോയാണ്. അതും അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ വില്ലൻ എന്ന് പറയുന്നത് വില്ലൻ്റെ ഒരു എന്താ പറയുക, നമ്മളൊരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു അതൊന്നുമല്ല. ശരിക്കും ഒരു വില്ലൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ഭയങ്കര ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു പടമാണ്. എന്തായാലും പക്ക മോഹൻലാൽ ഫിലിം. നല്ല മൂവിയായിരുന്നു. ബിക്കോസ് മോഹൻലാലിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു. ലാലേട്ടനായിട്ടിരുന്ന ഒരു സാധനം അടിപൊളിയായിരുന്നു. വില്ലൻ അടിപൊളി. അതെ. കൊള്ളാം, നല്ല സിനിമ, അടിപൊളിയാണ്. പഴയ മോഹൻലാലിനെ നല്ല മൂവിയാണ്. നല്ല മോഹൻലാൽ ഇസ് ബാക്ക്. നന്നായിട്ടുണ്ട്, വെരി ഗുഡ്. പണ്ടത്തെ മോഹൻലാൽ. വെൽ ടേക്കൺ, നല്ല ഫോട്ടോഗ്രാഫി, ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ, എവറിത്തിങ് ഇസ് ഓൾ റൗണ്ട് ഗുഡ് എൻ്റർടൈനർ. നല്ല ഇഷ്ടമായി. നല്ലൊരു ഫാമിലി മൂവിയാണ്, കാണാൻ കൊള്ളാം. ഇതുവരെയ്ക്കും നല്ല പടമാണ്.